BK സുഹൈൽ കൂടി എന്നോടൊപ്പം ഉണ്ട്. സുഹൈൽ കഴിഞ്ഞ 100 ദിവസമായിട്ട് ഗസ ഡെസ്കിൻ്റെ ചുമതല വഹിക്കുന്നു. സുഹൈൽ, ഞാൻ ആദ്യം ചോദിക്കുന്ന കാര്യം, 100 ദിവസം ഗസ ഈ പോരാട്ടത്തിൻ്റെ, സഹനത്തിൻ്റെ അല്ലെങ്കിൽ ചോരപ്പുഴയുടെ മരണങ്ങളുടെ വലിയ പലതരത്തിലുള്ള സംഗതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം പറയാമോ കഴിഞ്ഞ 100 ദിവസത്തെ? തീർച്ചയായും ഈ 100 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തന്നെ ഏറ്റവും സങ്കീർണമായ, ഏറ്റവും ദുരിതപൂർണമായ ഒരു 100 ദിവസം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഗസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് സ്വാഭാവികമായും കുറേ ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, അവർ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതൊന്ന് മാറ്റിവെക്കുന്നു, മറ്റ് ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകുന്നു എന്നൊക്കെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് സാധ്യമല്ലാതെ നിൽക്കുന്നു. ഓരോ ദിവസവും നമുക്കിത് നമ്മുടെ ജോലിയുടെ ഭാഗമായി പൂർണ്ണമായും ഇതിൽ തന്നെ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു. അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും ഇത് ഉൾക്കൊള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ എഡിറ്ററെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മറ്റൊരർത്ഥത്തിൽ ഇതൊരു ഇൻഫർമേഷൻ വാർ കൂടിയാണ്. ഈ വാറിൽ നമ്മൾ അതിൻ്റെ ഭാഗമാണ് എന്ന നിലയിൽ തന്നെയാണ് മലയാളത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ നിന്ന് വരുന്ന ഓരോ വാർത്തകളുടെ ഒരു പ്രളയം ഉണ്ടാകുന്നു. പക്ഷേ അതിനെ നമ്മുടേതായ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായത്, പ്രത്യേകിച്ചും കുട്ടികളുടെ എല്ലാം വിഷ്വലുകൾ, അവരുടെ വാർത്തകൾ, ഇതെല്ലാം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കുട്ടികളെന്ന് പറയുന്നത് പല ആളുകൾക്കും ഒരു വീക്ക്നെസ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ദൃശ്യങ്ങൾ, അതേപോലെ തന്നെ ഗസയിലെ ദുരിതം, നമ്മൾ ഈ വാർത്തകളിൽ കാണുന്നത് മാത്രമല്ല ദുരിത ചിത്രങ്ങൾ, അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമപ്രവർത്തകർ, അതേപോലെ തന്നെ യൂട്യൂബിൽ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതേപോലെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, അവരുമൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അവർ തരുന്ന വിഷ്വലുകൾ അല്ലെങ്കിൽ അവർ തരുന്ന വാർത്തകൾ ഇതിനെ നമ്മൾ കാണുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനിടെ ഈ 100 ദിവസത്തിനിടയിലാണ് വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഹെർപ്പസ് സോസ്റ്റർ എന്ന് പറയുന്ന അസുഖം എനിക്ക് വരുന്നത്. അപ്പം ചില ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് പലതരത്തിലുള്ള അതിനുള്ള കാരണങ്ങളുണ്ടാകും, അതിൽ ഒരു കാരണം സ്ട്രെസ്സാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ ഒരു സ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം നമ്മൾ ഇതൊക്കെ, ഈ ദുരിതങ്ങളും ഈ പ്രയാസങ്ങളും ഒരു ഭാഗത്തുണ്ടെങ്കിലും മറുഭാഗത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഇത് അതിജീവനത്തിൻ്റെ ഒരു കഥ കൂടിയായിരുന്നു ഗസയെ സംബന്ധിച്ചിടത്തോളം. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ 2023 എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തന മേഖലയിൽ, പ്രത്യേകിച്ചും മലയാളത്തിൽ മാപ്ര വിവാദമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിന് പിന്നിലുള്ള രാഷ്ട്രീയമെല്ലാം നമുക്ക് വേറെ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടാമെങ്കിലും ഈ കാലത്ത് നമുക്ക് ഏറ്റവും നല്ല ഒരു മാധ്യമപ്രവർത്തനം, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ 3 മാസം ചെയ്തു എന്നൊരു ചാരിതാർത്ഥ്യം കൂടി നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ 100 ദിവസത്തെ ഒരു അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളെക്കാൾ കൂടുതൽ ജാഗരൂകരായി നിൽക്കുന്ന പ്രേക്ഷകർ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം നമ്മൾ ഒരു വാർത്തയിൽ ഒരു പിശക് വരുത്തുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ തിരുത്താൻ സാധിക്കുന്ന പ്രേക്ഷകരുള്ള ഒരു സമൂഹം ഈ വാർത്തകളൊക്കെ ഇങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ, 24 മണിക്കൂർ ഇത് ഫോളോ ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ അതിനേക്കാൾ കൂടുതൽ ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർ മലയാളത്തിലുണ്ട് എന്നുള്ളത്, അത് നമ്മുടെ ബാധ്യത അല്ലെങ്കിൽ നമ്മുടെ ചുമതല കുറച്ചുകൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു എന്ന് ഈ 100 ദിവസം നമ്മൾ തെളിയിക്കും. തീർച്ചയായിട്ടും വളരെ ഡിസ്റ്റർബിംഗ് ആയിരിക്കുമ്പോൾ തന്നെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിഞ്ഞു എന്ന ചരിതാർത്ഥ്യം കൂടി പങ്കുവയ്ക്കുകയാണ് സുഹൈൽ.